മുരളീധരൻ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. ഞാൻ എൻ്റെ പാർട്ടിയുടെ നയത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതൊരു ഭീകരാക്രമണമായിട്ട് പാർട്ടി കരുതുന്നില്ല. കാരണം വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടൊരു ജനതയുടെ വികാരമായിട്ടാണ് ഒക്ടോബർ 15 സംഭവത്തിന് എൻ്റെ പാർട്ടി കാണുന്നത്, ഞാൻ കാണുന്നു. നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം തിരുവനന്തപുരത്ത് ചോദിക്കേണ്ട കാര്യമാണ്, അത് വടകരയിൽ ചോദിക്കേണ്ട കാര്യമല്ല. ഈ വടകര ആവശ്യപ്പെട്ടാലും വിട്ടുകൊടുക്കില്ല അവിടെ എന്നവർ പറഞ്ഞു. അങ്ങനെ നിലപാടുണ്ട്. ഞാൻ പറയാം, 53 വർഷങ്ങൾക്ക് മുമ്പ് ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് എൻ്റെ പിതാവാണ്. അന്ന് ഒരുപാട് അദ്ദേഹത്തിന് കല്ലേറും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ കെ കരുണാകരൻ്റെ മകൻ ഒരിക്കലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനല്ലാതെ ഇതൊരു ശതമാനം പോലും ബ്രേക്ക് ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ വേവലാതി എനിക്കില്ല. സഖ്യം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ രാജ്യസഭാ സീറ്റിലേക്ക് ചർച്ചകൾ എത്തിയിട്ടില്ല എന്ന ഒരു വേളയിൽ MP പറഞ്ഞിരുന്നു. അതുപോലെ മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ഇപ്പം കെ സുധാകരൻ പറയുന്നു അത്തരത്തിലൊരു ചർച്ചയും അതിൽ ആണ് ലീഗിനെ ഇപ്പോൾ ഒരു ഉപാധിയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഞാൻ ഇന്നലെ രണ്ടുപേരും സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ധാരണയിലെത്തിയെന്നാണ്. അതെന്താണെന്ന് എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനെങ്ങനെയായാലും അഭിപ്രായം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും. എനിക്കറിയില്ല ഇന്നലെ എന്താ ഉണ്ടായത്. മറ്റൊരു വിഷയം ചോദിക്കാനുള്ളത്, കെ സുധാകരൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നടത്തിയൊരു ഒരു പരാമർശം വലിയ തോതിൽ വിവാദമാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇത്തരം പരാമർശങ്ങളൊക്കെ ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവാൻ പാടുള്ളതാണോ? അല്ല, അതിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്നൊരു വാചകമാണ്. പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്നും വിശേഷിപ്പിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് അത്ര ഷാനിമോൾ ഉസ്മാനും അതുപോലെ DCC പ്രസിഡന്റും ഒക്കെ കേട്ട കാര്യമല്ലേ, മാധ്യമങ്ങൾ മാത്രമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഫുൾ സെൻറ്റൻസാണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതൊന്നും പാർട്ടിയുടെ ഒരു വഴക്കിൻ്റെ ഭാഗമല്ല. അല്ല, ഞാനത് ആദ്യമേ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ അറിയാവുന്ന ആൾക്കാർ അവിടെ പോയിട്ട് അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ? അഭിപ്രായം പറഞ്ഞാൽ മുഖം അടച്ചു കിട്ടും. പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്.